നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് പ്രധാനമായി നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് വിഷുഫലത്തെക്കുറിച്ച് പറയുകയാണ്. 2026 വിഷുഫലം. 2026 ഏപ്രിൽ മാസം 14 തീയതി തൊട്ട് വിഷു ആരംഭിക്കുകയാണ്. മേട വിഷു തുടങ്ങുകയാണ്. വിഷുഫലത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട്. നമ്മൾ ജനുവരി തൊട്ട് ഡിസംബർ വരെ വാർഷിക ഫലം പറയുമെങ്കിലും ചിങ്ങം തൊട്ട് കർക്കിടകം വരെ മലയാള പ്രകാരം പറയുമെങ്കിലും ശരിക്കും ജ്യോതിഷ പ്രകാരമുള്ള വിഷുഫലം സൂര്യഭഗവാനെ ആസ്പദമാക്കിയാണ് ജ്യോതിഷം നിലനിൽക്കുന്നത്. സൂര്യൻ ഉച്ചത്തിൽ പ്രവേശിക്കുന്നത് തൊട്ടാണ് വിഷുഫലം ആരംഭിക്കുന്നത്. വിഷുഫലത്തിന് തന്നെയാണ് പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളതും വിഷുഫലം തന്നെയാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് വന്നിട്ടുള്ളതും വിഷുഫലം തന്നെയാണ്. അപ്പോൾ വിഷുഫലം ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ചിലർക്ക് വളരെ അനുകൂലപ്രദവും ചിലർക്ക് മോശപ്രദവുമാണ്. അപ്പോൾ നമുക്ക് മോശപ്രദമായിട്ടുള്ളവരും അനുകൂലപ്രദമായിട്ടുള്ളവരും അറിഞ്ഞ് നമുക്കതിനെ കൊണ്ടുപോകാൻ സാധിക്കണം. ഇന്ന് നമുക്ക് ധനുരാശിക്കാരുടെ വിഷുഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. ധനു രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക, 2 ഫുൾ നക്ഷത്രവും ഒരു കാലും കൂടി ചേർന്ന 2.25 നക്ഷത്രങ്ങളാണ് ശരിക്ക് ധനുരാശി. ഈ രാശിയിൽ പെട്ടവർക്ക് ഈ വരുന്ന വിഷുഫലം അത്ര നല്ലതല്ല. അത്ര സന്തോഷത്തിന് വഴിതെളിക്കുന്ന കാലഘട്ടമല്ല. കുറച്ച് ഏറെ സൂക്ഷിക്കണം. ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കും, ധനനഷ്ടം ഉണ്ടാവും, ശത്രുക്കളുടെ എണ്ണം കൂടും, അതുപോലെ കാര്യവിഘ്നത്തെ കൊടുക്കും, അപകടങ്ങളുണ്ടാവാം, ശത്രുക്കളുടെ എണ്ണം കൂടുക, ഇങ്ങനെ പലതരത്തിലുള്ള ദുരനുഭവങ്ങൾക്ക് ഇടവരും. നമ്മൾ നേരത്തെ തന്നെ രാശി ആക്കുമ്പോൾ എനിക്ക് എന്നും കഷ്ടകാലമാണോ എന്നൊക്കെ ചിലർ നമുക്ക് കമൻ്റായിട്ട് ഇടും. കഷ്ടകാലമല്ല, നമ്മൾ നേരത്തെ അറിയിക്കുകയാണ്. കാരണം എന്തിനാണ്? നമുക്കിതിനെല്ലാത്തിനും പ്രതിവിധികൾ ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കണ്ട് നമുക്കിതിനെന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള കഷ്ടകാലം വരുന്നു, ഈ കഷ്ടകാലത്തെ എങ്ങനെ അതിജീവിക്കാം, താൻ പാതി ദൈവം പാതി, 50% നമുക്ക് പരിഹാരത്തിലൂടെ മാറ്റാം. പിന്നെയും നമുക്ക് ഈ സമയത്ത് നമുക്ക് നിൽക്കുന്ന മഹാദശകൾ, നമുക്ക് നിൽക്കുന്ന ഓരോ അപകാരങ്ങളെ ആസ്പദമാക്കി ഈ വിഷുഫലത്തിൽ തന്നെ ചേഞ്ച് വരും. മറ്റൊന്ന്, ഒരു കുടുംബത്തിലുള്ള മറ്റ് അംഗങ്ങൾക്ക് സമയം കൊള്ളാം. ഒരാളിന് അയ്യോ സമയം വളരെ മോശം, ഇത്തരമുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാവും. ബാക്കി വീട്ടിലുള്ള 3 പേർക്ക് നല്ലതാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ദോഷമേ അവിടെ വരത്തില്ല. കാരണം മറ്റ് 3 പേരുടെ നല്ല സമയം കൊണ്ട് ഈ ഇവിടെ കുറച്ച് ഇരുട്ടുണ്ട്, മറ്റവിടെ ഒരു റൂമിൽ 4 ലൈറ്റ് ഉണ്ടെന്ന് വെച്ചോളുക. ഒരു ലൈറ്റ് ഫീസായിപ്പോയി. 3 ലൈറ്റ് നല്ല പ്രകാശിച്ചാൽ ഈ ഫീസായ ലൈറ്റിനെ കാണാൻ പോലും ഇങ്ങനെ ഒരു ലൈറ്റ് ഫീസായിരിക്കുകയാണെന്ന് പോലും അറിയില്ല. കാരണം മറ്റ് 3 ലൈറ്റുകളുടെ പ്രകാശത്താൽ ഇതിനെ ശ്രദ്ധിക്കാതെ പോകും. അപ്പോൾ അതുപോലെ നമുക്ക് മറ്റുള്ളവർക്ക് കൂടുതൽ പേർക്കും ചീത്ത സമയമാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഭയക്കേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്ക് പരിഹാരങ്ങൾ ചെയ്ത് ഈശ്വരാധീനം കൂട്ടി ഈ ദോഷത്തിന് ഒരു ജാതകമൊക്കെ എടുത്ത് നോക്കുമ്പോൾ നല്ല സമയമാണെങ്കിൽ ഇതൊക്കെ മാറിപ്പോവും. അതുകൊണ്ട് ഈ കുറച്ച് കഷ്ടതയുണ്ട് എന്ന് പറഞ്ഞത് കേട്ടിട്ട് അയ്യോ എനിക്ക് ജീവിതം പോയി, ഈ ഒരു വർഷം മൊത്തം നഷ്ടപ്പെട്ടു, ഒരു വർഷം മൊത്തം വേസ്റ്റായിപ്പോയി എന്നൊന്നും ഒരു ജ്യോതിഷി പറയണ കേട്ടിട്ട് നിങ്ങൾ ടെൻഷൻ പിടിക്കരുത്. നമുക്കതിന് പരിഹാരം കാണുക, മറ്റുള്ളവർക്ക് സമയം നല്ലതാണോ എന്ന് നോക്കുക, അവരെ മുൻനിർത്തി കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ ചെയ്ത് ഒരു കുടുംബം ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. കാരണം കഷ്ടകാലമായാലും നല്ലതായാലും മറ്റുള്ളവരും കൂടി അറിയിട്ട് അവർക്ക് ഇതുപോലെ എന്തെങ്കിലും പ്രതിവിധികൾ ചെയ്ത് അതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ എല്ലാ ധനുരാശിക്കാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.